റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തുടർഭരണം ഉറപ്പില്ലെന്ന് സിപിഐ നിയോഗിച്ച സർവേ സംഘത്തിന്റെ റിപ്പോർട്ട്. അധികാരത്തിൽ തുടരാനുള്ള സാധ്യത 50% മാത്രമാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ LDFന് തിരിച്ചടിയാകും. വീഴ്ചകൾ പരിഹരിക്കാൻ പറ്റിയാൽ പരമാവധി 80 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും തൃശൂർ ആസ്ഥാനമായ ഏജൻസി നടത്തിയ സർവേയിൽ പറയുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ് റഷീദ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ റിപ്പോർട്ടായി CPI കണക്കാക്കുകയാണോ? ഇത് LDFന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? പ്രതിപക്ഷം ആയുധമാക്കില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ പരാജയത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാൻ CPI തൃശൂർ ആസ്ഥാനമായ ഒരു സർവേ സംഘത്തെ നിയോഗിച്ചത്. ആ സർവേ സംഘത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം CPIക്ക് നൽകി. പ്രധാനപ്പെട്ട നേതാക്കളുടെ മുന്നിൽ അതൊരു ഡിസ്പ്ലേയിൽ തന്നെ എന്താണ് സാഹചര്യമെന്ന് വിശദമാക്കി കൊടുക്കുന്ന തരത്തിൽ ആയിരുന്നു അത് സർവേ സംഘം CPI നേതാക്കൾക്ക് കൊടുത്തത്. അതിൽ പ്രധാനമായും പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പില്ല. 50% സാധ്യത UDFനും 50% സാധ്യത LDFനുമാണ് എന്നാണ് പറയുന്നത്. പ്രധാനമായും തിരിച്ചടിയായി ഉണ്ടാക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടക്കം തിരിച്ചടിയാകും. മറ്റൊന്ന്, പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാത്തതും പെൻഷൻ തുക ഉയർത്തും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിട്ട് അത് ഉയർത്താത്തതും തിരിച്ചടിയാകും. സപ്ലൈകോയിൽ സാധനമില്ലാത്തത് താഴെക്കിടയിൽ വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടാക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും തിരിച്ചടിയായി പറയുന്നത്. ഒപ്പം പോസിറ്റീവായി പറയുന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വികസനം മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. MLAമാരുടെ പ്രവർത്തനവും ഏതാണ്ട് നല്ല രീതിയിലാണ്. ഇത് രണ്ടും ഗുണകരമാണ് എന്ന് പറയുന്നു. സർവേ അത് വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായി മുന്നണി കണക്കാക്കുമോ എന്നതാണ് ചോദ്യം.